നമസ്കാരം. കുടലുടേസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. യൂറോപ്പിലെ ഷെങ്കൻ ഏരിയയിലേക്ക് പോകണം, അവിടെ പോയി സെറ്റിൽ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതേപോലെ തന്നെ യൂറോപ്പിലേക്ക് ട്രാവൽ ചെയ്യണം, 29 രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോകണം എന്നൊക്കെ ആഗ്രഹിച്ച് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അതേപോലെ തന്നെ 2014 മുതൽ 2023 വരെയുള്ള കണക്കാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് തന്നെ നല്ല രീതിയിൽ ഒരു 37% വർധനവ്, അതായത് 2014 അപ്ലൈ ചെയ്യുന്നത് 2023 അപ്ലൈ ചെയ്യുന്ന തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ, ഒരുപാട് ആപ്ലിക്കേഷൻസിൻ്റെ എണ്ണം ഈ ഒരു കാലഘട്ടത്തിൽ കൂടിയിട്ടുണ്ട്. അതിനകത്ത് കുറവ് വന്നിരിക്കുന്നത് ആ കൊറോണ സമയത്ത് മാത്രമേ ഉള്ളൂ. അതിനുശേഷം ആപ്ലിക്കേഷൻസ് ഇപ്പോൾ വളരെ കൂടുതലാണ് കാണുന്നത്. അപ്പോൾ 2023 എത്ര ആപ്ലിക്കേഷൻസ് പോയിട്ടുണ്ട്, ടോട്ടൽ എത്ര ആപ്ലിക്കേഷൻസ്, അതായത് ലോകം മുഴുവനുള്ള ആളുകൾ ഈ യൂറോപ്പിലേക്ക് പോകാനായിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്ന ആളുകൾ, നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 10 മില്യൺ ആളുകളാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് 8.5 മില്യൺ ആളുകൾക്ക് വിസ കിട്ടി എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത് എല്ലാ ആളുകളും, അതായത് യൂറോപ്പിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്, പ്രത്യേകിച്ച് ഷെങ്കൻ ഏരിയയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ചോദിക്കുന്നത് ഏത് രാജ്യത്തേക്ക് അപ്ലൈ ചെയ്താലാണ് വിസ കിട്ടുന്നത്, ഏത് രാജ്യത്താണ് ഏറ്റവും കൂടുതൽ വിസ ആപ്ലിക്കേഷൻസ് പോകുന്നത്, ഏറ്റവും കുറവ് വിസ ആപ്ലിക്കേഷൻ പോകുന്നത് ഏതാണ്, ഏറ്റവും കുറവ് റിജക്ഷൻ സാധ്യതകളുള്ള രാജ്യം ഏതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ടും നോക്കാറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദിക്കുന്നത് എവിടെ വച്ചാൽ വിസ കിട്ടും, ഏത് കൺട്രിയിലേക്ക് വച്ചാൽ വിസ കിട്ടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ സംശയം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ 29 രാജ്യങ്ങളുടെയും വിസയുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ കോൺസുലേറ്റ് വഴി എത്ര വിസ ആപ്ലിക്കേഷൻ ഇന്ത്യയിൽ നിന്ന് പോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ലെങ്തി ആയിട്ടുള്ള വീഡിയോ പോകും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഫ്രാൻസിലേക്ക് 2023, അതായത് ലാസ്റ്റ് അപ്ഡേഷൻ വന്നിരിക്കുന്ന ഫ്രാൻസിലേക്ക് വച്ചിട്ടുള്ള ആളുകൾ, ഇന്ത്യയിൽ നിന്ന് ആ ഒരു വർഷം ഫ്രാൻസിലേക്ക് എത്ര ആളുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്, എത്ര ആളുകൾ കിട്ടിയിട്ടുണ്ട്, ഏതൊക്കെ കോൺസുലേറ്റ് വഴി അപ്ലൈ ചെയ്തപ്പോഴാണ് ഏറ്റവും കൂടുതൽ വിസ വന്നത്, ഏത് കോൺസുലേറ്റ് വഴി അപ്ലൈ ചെയ്യുമ്പോഴാണ് വിസ റിഫ്യൂസൽ സാധ്യതകൾ കൂടുതൽ വന്നത് എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. ഷെങ്കൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, യൂറോപ്പിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, വർക്ക് പെർമിറ്റിൽ പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോസ് കാണുക. ഇനി വരുന്ന വീഡിയോസ് കൂടി കാണുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങൾക്ക് തന്നെ തീരുമാനം എടുക്കാം, നിങ്ങൾ ഏത് കൺട്രീസിലേക്ക് വയ്ക്കണം, ഏത് കോൺസുലേറ്റ് തിരഞ്ഞെടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. കോൺസുലേറ്റിൻ്റെ കേസിൽ കോൺസുലേറ്റിൽ കുറച്ച് ജൂറിസ്ഡിക്ഷൻസിൻ്റെ പരിമിതികളുണ്ട്. ഇന്ന ആളുകൾക്കാണ് ഇന്ന കോൺസുലേറ്റ് വയ്ക്കാൻ കഴിയുക. അതേപോലെ തന്നെ VFSൻ്റെ കാര്യത്തിലും പലരും ചോദിക്കാറുണ്ട്, ഇപ്പോൾ കൊച്ചിയിൽ വെച്ച വിസ കുറവാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ചെന്നൈയിൽ കൂടുതൽ കിട്ടുമോ, ബാംഗ്ലൂരിൽ കൂടുതൽ കിട്ടുമോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അടുത്ത വീഡിയോസായിട്ട് തന്നെ അതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ കാണുക, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. 2023 ഫ്രാൻസിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത്, അതായത് ഇന്ത്യയിലെ 5 കോൺസുലേറ്റുകൾ വഴിയാണ് ഫ്രാൻസിലേക്ക് വിസ സബ്മിഷൻ അല്ലെങ്കിൽ വിസയുടെ ഇതുമായി ബന്ധപ്പെട്ട അപ്രൂവൽ, റിജക്ഷൻ, റിഫ്യൂസൽ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ 5 കോൺസുലേറ്റ് ഉണ്ട്. ആ 5 കോൺസുലേറ്റുകളിലേക്കും ATV, എയർപോർട്ട് ട്രാൻസിറ്റ് വിസ, LTV, ലോങ് ടൈം വിസ, US യൂണിഫോം ഷെങ്കൻ വിസാസ്, MEV, മൾട്ടി എൻട്രി വിസ, ഇത്രയും കാറ്റഗറിയിൽ ടോട്ടൽ 5 കോൺസുലേറ്റ്, അതായത് ബാംഗ്ലൂർ, ചെന്നൈ, കൊൽക്കത്ത, മുംബൈ, ന്യൂഡൽഹി, ഈ 5 കോൺസുലേറ്റുകളിൽ നിന്നായിട്ട് 1,76,237 ആപ്ലിക്കേഷൻസ് ആണ് ഈ 2023 ടൈമിൽ പോയിരിക്കുന്നത്. അത് ഈ ഒരു ടൈപ്പ് വിസ ടൈപ്പുകൾ, ഇത്രയും വിസ ടൈപ്പുകളെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ വിസ ഗ്രാൻഡ് ചെയ്തിട്ടുള്ളത്, അത് ടോട്ടൽ വിസാസ് ഗ്രാൻഡ് ചെയ്തിട്ടുള്ളത് 1,47,136 വിസ ഗ്രാൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ വിസ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ റിഫ്യൂസൽ വന്നിരിക്കുന്നത് 29,931 വിസയാണ് ഇതിനകത്ത് റിഫ്യൂസൽ വന്നിരിക്കുന്നത്. അങ്ങനെ റിഫ്യൂസൽ വന്നിരിക്കുന്നതിൽ ബാംഗ്ലൂർ, അതായത് അപ്ലൈ ചെയ്തിരിക്കുന്നതും ഗ്രാൻഡ് ചെയ്തിരിക്കുന്നതും റിഫ്യൂസൽ, ഇതിനെ ഓരോ കോൺസുലേറ്റ് വഴി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ബാംഗ്ലൂരുള്ള കോൺസുലേറ്റ് വഴി അപ്ലൈ ചെയ്തിരിക്കുന്നത് 51,853 പേര് അപ്ലൈ ചെയ്തതിൽ 47,508 പേർക്ക് വിസ ഗ്രാൻഡ് ആയിട്ടുണ്ട്. അതിനകത്ത് വിസ റിഫ്യൂസൽ വന്നിരിക്കുന്നത് 4,505 പേർക്കാണ് വിസ റിഫ്യൂസൽ വന്നിരിക്കുന്നത്. അതായത് 8.7 ആണ് ഇതിൻ്റെ വിസ റിഫ്യൂസൽ സാധ്യതകൾ അല്ലെങ്കിൽ ശതമാനം വന്നിരിക്കുന്നത്. അത് ചെന്നൈ കോൺസുലേറ്റ് വഴിയാകുമ്പോൾ 25,175 ആപ്ലിക്കേഷനാണ് പോയിട്ടുള്ളത്. ആ ആപ്ലിക്കേഷനിൽ 19,072 ആപ്ലിക്കേഷൻസ്
ഗ്രാൻഡ് ചെയ്തിട്ടുണ്ട്. 6308 ആപ്ലിക്കേഷൻസ് ആണ് വിസ റിഫ്യൂസലായിട്ട് വന്നിരിക്കുന്നത്. അതായത് 24.9% വിസ റിഫ്യൂസൽ റേറ്റ് ഈ ചെന്നൈ കോൺസുലേറ്റ് വഴി വന്നിട്ടുണ്ട്. കൊൽക്കത്ത 10,141 ആപ്ലിക്കേഷൻ മാത്രമാണ് ഈ ഒരു വർഷം ഇന്ത്യയിലെ ഈ കൊൽക്കത്ത കോൺസുലേറ്റ് വഴി ആപ്ലിക്കേഷൻ വഹിക്കുന്നത്. അതിനകത്ത് 8,669 വിസ ആപ്ലിക്കേഷൻ ഗ്രാൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് 1,442 വിസ ആണ് റിഫ്യൂസൽ വന്നത്. 14.1% വിസ റിഫ്യൂസൽ റേറ്റ് വന്നിരിക്കുന്നത്. മുംബൈയിൽ ആണെങ്കിൽ 52,509 വിസ ആപ്ലിക്കേഷൻ പോയിട്ടുണ്ട്. അതിനകത്ത് 44,995 വിസ ഗ്രാൻഡ് ചെയ്തിട്ടുണ്ട്. 7,847 ആളുകൾക്കാണ് വിസ റിഫ്യൂസൽ വന്നിരിക്കുന്നത്. അതായത് 14.8%. ന്യൂഡൽഹിയിൽ നിന്ന് 36,831 വിസ ആപ്ലിക്കേഷൻസ് വച്ചതിൽ 26,892 വിസ ഗ്രാൻഡ് ആയിട്ടുണ്ട്. 9,849 വിസ റിഫ്യൂസലാണ്. അതായത് 26.8% വിസ റിഫ്യൂസലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും, ബാംഗ്ലൂരും മുംബൈയുമാണ്. 50,000-ന് മുകളിൽ വിസ ആപ്ലിക്കേഷൻസ് ഈ രണ്ട് കോൺസുലേറ്റുകൾ വഴി വിസ ആപ്ലിക്കേഷൻ പോയിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന ആളുകൾ കൂടുതലും കേരളത്തിലുള്ള ആളുകളാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ അല്ലെങ്കിൽ നമ്മളുടെ കേരളം വരുന്ന ജൂറിസ്ഡിക്ഷനിലേക്ക് വരുന്നത് ഈ ചെന്നൈ കോൺസുലേറ്റിൻ്റെ അണ്ടറിലാണ്. തമിഴ്നാട്, കർണാടക, കേരളം ഒക്കെ വരുന്നത് ഈ ഒരു ചെന്നൈ കോൺസുലേറ്റിൻ്റെ അണ്ടറിലാണ്. അപ്പം നമ്മൾ ഇവിടുന്ന് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ കവറിംഗ് ലെറ്ററിൽ നമ്മൾ ടു അഡ്രസ് വയ്ക്കുന്നത് ഈ ചെന്നൈ കോൺസുലേറ്റിലേക്കാണ്. ചെന്നൈ കോൺസുലേറ്റിലേക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നത് 25,175 പേര് അപ്ലൈ ചെയ്തതിൽ 19,072 പേർക്ക് വിസ കിട്ടി. 6,308 വിസ, അതായത് 24% വിസ റിഫ്യൂസൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും വിസ കാര്യങ്ങൾ, വിസയുമായി ബന്ധപ്പെട്ട് അത് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതായത് ഏതൊക്കെ കോൺസുലേറ്റുകളിൽ ഏതൊക്കെ ആണ് വിസ വന്നിരിക്കുന്നത്. അതിനകത്ത് തരംതിരിച്ച് കൊടുക്കാത്തത് ഈ ടൂറിസ്റ്റ് വിസ എത്രയാണ്, മൾട്ടി എൻട്രി വിസ അതിനകത്ത് എത്രയാണ്, ലോങ് ടൈം വിസ എത്രയാണ്, ഇങ്ങനെ തരംതിരിച്ച് കൊടുത്തിട്ടില്ല. അങ്ങനെ കണക്ക് നമുക്ക് അവൈലബിൾ അല്ല. ടോട്ടൽ ഒരു കോൺസുലേറ്റിൽ നിന്ന് എത്ര ടോട്ടൽ വിസ ഏത് കാറ്റഗറിയിൽ ആണെന്നുള്ളത് കൊടുത്തിട്ടില്ല. ടോട്ടൽ കാറ്റഗറിയിൽ ടോട്ടൽ വിസ ഇന്ന കോൺസുലേറ്റിലേക്ക് ഇത്ര വന്നിരിക്കുന്നു, ഇങ്ങനെയാണ് അതിൻ്റെ കണക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഫ്രാൻസിലേക്ക് അപ്ലൈ ചെയ്തിട്ട് വിസ റിഫ്യൂസൽ വന്നിരിക്കുന്ന ആളുകൾ പലരും പറയാറുണ്ട്, ലിത്വാനിയ, ലാത്വിയ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ വിസ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ വിസ കിട്ടാനുള്ള സാധ്യത കുറവാണെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഫ്രാൻസ് ആണോ ലിത്വാനിയ ആണോ വിസ കിട്ടാൻ സാധ്യത കൂടുതൽ എന്നുള്ള കാര്യങ്ങളും നമ്മൾ അടുത്ത വീഡിയോസിൽ ഷെയർ ചെയ്യുന്നുണ്ട്. 2023 അതായത് ലേറ്റസ്റ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കണക്ക് 2023 2024 വന്നിട്ടില്ല. അതിന് വരാൻ പോകുന്നതിനുള്ള സമയമെടുക്കും. ഈ ഒരു കണക്കുമായി ബന്ധപ്പെട്ട് ഇത്രയും ആളുകൾ ഈ ഒരു ഇന്ത്യയിൽ നിന്ന് ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യത്തേക്ക് മാത്രം അപ്ലൈ ചെയ്തിരിക്കുന്നതാണ് ഈ പറഞ്ഞ 1,76,237. അതേപോലെ ബാക്കി 28 ഷെങ്കൻ ഏരിയയിലേക്ക് അപ്ലൈ ചെയ്തിരിക്കുന്ന ആളുകളുടെ കണക്ക് സെപ്പറേറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു കണക്ക് കാര്യങ്ങളും ഒക്കെ നമ്മൾ അടുത്ത വീഡിയോസിൽ ഷെയർ ചെയ്യും. ഇത് കാണുക, കണ്ടിട്ട് നിങ്ങൾക്ക് ഏത് കൺട്രീസാണ് കിട്ടാൻ സാധ്യത കൂടുതൽ അല്ലെങ്കിൽ ഏത് കൺട്രി അപ്ലൈ ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്കും കൂടി സജസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ വിസ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്ത് വിസ കിട്ടാനുള്ള സാധ്യതകൾ കൂട്ടി നമ്മൾക്ക് സബ്മിഷൻ ചെയ്യാനായിട്ട് പറ്റും. വിസ റിഫ്യൂസൽ സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. ഓരോ വർഷവും വിസ ആപ്ലിക്കേഷൻസ് നല്ല രീതിയിൽ കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ശ്രദ്ധിച്ച് കാണുക. അതേപോലെ തന്നെ മറ്റു വീഡിയോസും ഗൂഗിളൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്കും കൂടി സജഷൻസ് വെച്ചുകൊണ്ട് നല്ല രീതിയിൽ വിസ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഇതുവരെ സപ്പോർട്ടുകൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. മറ്റുള്ള വീഡിയോസ് കാണുക. ഞാൻ കൂടെ വീഡിയോസ് വേണ്ടി CC ചെയ്തത്. താങ്ക് യു.